ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലഹരി വിമുക്ത കേരളം, പുരോഗതിക്കും നന്മയ്ക്കും. സമീപകാലത്തായി ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നാം കേൾക്കുന്നത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി ഉപയോഗത്തിന്റെ പരിണിത ഫലങ്ങളാണ് മിക്ക സംഭവങ്ങളുടെയും പിന്നിൽ. റാഗിങ്ങിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പ്രണയപ്പക മൂലമുള്ള കൊലപാതകങ്ങളും ശ്രമങ്ങളും സാധാരണയായി കേൾക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ലഹരിയുടെ സ്വാധീനം കൊണ്ട് രക്തബന്ധങ്ങൾ പോലും മറന്നുള്ള ലൈംഗിക അതിക്രമങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ലഹരി വസ്തുക്കൾ കിട്ടാതെ വരുമ്പോൾ രക്ഷാകർത്താക്കളെ വരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വ്യക്തികളുടെ മാനസിക അവസ്ഥ മാറുന്നു. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള വസ്തുതകൾക്ക് പിന്നിൽ എന്ന് ചിന്തിക്കുകയും സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയും വേണം. ഒരു സാമൂഹിക വിപത്തിനെ നേരിടാൻ സമൂഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലഹരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അനേകം പദ്ധതികൾ നിലവിലുണ്ട്. വിമുക്തി പദ്ധതിയുടെ ബോധവൽക്കരണ പരിപാടിയുടെ കോഓർഡിനേറ്ററും ജോയിന്റ് എക്സൈസ് കമ്മീഷണറുമായ ശ്രീ പ്രദീപ് വി എ. നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സമൂഹത്തിലെ ലഹരി ഉപയോഗം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിൽ പെടാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ കുട്ടികളെ നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും അവരുടെ നല്ല കേൾവിക്കാരാവുക, അവരെ അടുത്തറിയുക. കുട്ടികൾ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാനും വിഷമിക്കുമ്പോൾ കൂടെ നിൽക്കുവാനും ശ്രമിക്കുക. കുട്ടി കടന്നു പോകുന്ന വളർച്ചയുടെ ഘട്ടങ്ങൾ അറിയുക. കുട്ടികൾ കാണാൻ താല്പര്യപ്പെടുന്ന TV പരിപാടികൾ എന്തെല്ലാമാണ്, കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഗീതം എന്നിവ ശ്രദ്ധിക്കുക. ഇപ്പോൾ മൊബൈൽ എല്ലാ കുട്ടികളിലും ഉണ്ട്. അപ്പോൾ ഈ മൊബൈൽ വഴി കുട്ടികൾ കാണുന്നത് അവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആണ് എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളെ അവരുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. സമപ്രായക്കാരായ കൂട്ടുകാരാണ് നമ്മുടെ മക്കൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ലഹരിയിലേക്ക് അവരെ അടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ സമപ്രായക്കാരായ കൂട്ടുകാർക്ക് മുതിർന്നവരുമായി അടുപ്പമുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെ അതിൽ നിന്നും നമ്മൾ അകറ്റാൻ ശ്രമിക്കുക. അതുവഴി അവരെയും നമ്മുടെ കുട്ടികളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ ലഹരിക്ക് സ്വീകാര്യത നൽകാതിരിക്കുക. കാരണം കുട്ടികൾ രക്ഷകർത്താക്കളെ മറ്റവരെയുമാണ് മാതൃകയാക്കുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവുക. കാരണം തകർന്ന കുടുംബ ബന്ധങ്ങൾക്കിടയിലാണ് ലഹരികൾക്ക് ഇടം കണ്ടെത്തുന്നത്. കേരള സർക്കാർ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായിട്ടല്ല കാണുന്നത്, അവരെ രോഗികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ രോഗികൾക്ക് ചികിത്സയാണ് ആവശ്യം. കേരളത്തിലെ 14 ജില്ലകളിലും താലൂക്ക് ആശുപത്രികളോട് ചേർന്ന് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ മരുന്നും ചികിത്സയും സൗജന്യമാണ്. ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, ബൈസ്റ്റാൻഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ കുട്ടികളെ രോഗികളായിട്ട് കണ്ട് അപ്പോൾ രോഗിക്ക് പരിചരണമാണ് വേണ്ടത്. ഒരിക്കലും അവരെ മനസ്സ് വിഷമിക്കുന്ന തരത്തിലുള്ള ശകാരിക്കലോ മറ്റു തരത്തിലുള്ള ശിക്ഷകളോ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നോ അധ്യാപകരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകരുത്. അതേപോലെ തന്നെ ഈ കേരളത്തിലെ ഈ മയക്കുമരുന്ന് ഉപയോഗം അളവിനനുസരിച്ചാണ് അതിന്റെ ശിക്ഷ. ഉപയോഗിക്കുന്നവർക്കും ചെറിയ അളവിലുള്ളവർക്കും ഫൈനാണ് ശിക്ഷ. പലരും ഈ തരത്തിൽ ഫൈൻ ശിക്ഷയ്ക്ക് വിധേയരായി നിൽക്കുന്നുണ്ട്. അത് വളരെ വളരെ അപകടമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് ഫൈൻ കിട്ടുന്ന ഒരു ശിക്ഷ നമ്മൾക്ക് പെട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് സർക്കാരിലോ അർദ്ധ സർക്കാരിലോ വിദേശത്തോ ഒരു ജോലി നേടുന്നതിന് തടസ്സമാവും. അതുകൊണ്ട് ഈ NDPS നിയമത്തിൽ തന്നെ ഇപ്രകാരം ഫൈൻ കിട്ടുന്ന ശിക്ഷകളിൽ പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. കാരണം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇതിനെ ഒരു രോഗമായിട്ടും ഇത് ഉപയോഗിക്കുന്നവനെ രോഗിയുമായിട്ടാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ രോഗിക്ക് ചികിത്സയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫൈൻ കിട്ടുന്ന കുറ്റകൃത്യത്തിൽ പെടുന്നവര് ഇത് കണക്ക് സർക്കാരിന്റെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്ക് വിധേയരായി ചികിത്സ ചെയ്ത് ഭേദമായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ കോടതിയിൽ കുറ്റപത്രം
കുറ്റവിചാരണ നടപടിയിൽ നിന്നും ഒഴിവാവുകയും ആ കുറ്റം ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നിയമത്തിലെ ഈ അനുകൂല സാഹചര്യം വെച്ച് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കേണ്ടതാണ്. ലഹരി ഉപയോഗം എന്ന് പറയുന്നത് സാമൂഹ്യ വിപത്താണ്. അപ്പോൾ ഈ സാമൂഹ്യ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത മറ്റോ കണ്ടു കഴിഞ്ഞാൽ അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും നേർവഴി എന്നൊരു പ്രോഗ്രാം വിമുക്തി മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ പരാതി വിഷയവും വിളിച്ചറിയിക്കാവുന്നതാണ്. അതിന് നേർവഴിയുടെ നമ്പർ 96 56 17 80 00. ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറാണ്. കൗൺസിലിംഗിന് വിളിക്കാം 14 405. എവിടെയെങ്കിലും മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങൾ അറിവോ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ പരാതി വിളിച്ചു പറയേണ്ട നമ്പർ 94 47 17 80 00. അപ്പോൾ ഈ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സാമൂഹ്യ വിപത്തിനെതിരെ നമ്മൾക്ക് ഒന്നിച്ച് പോരാടാം. ലഹരി വസ്തുക്കൾ സമൂഹത്തിൽ വ്യാപിക്കുന്നത് തടയപ്പെടേണ്ടത് തന്നെ. എന്നാൽ ഇത്തരം ലഹരി മാഫിയകൾ അതിന് കരുവാക്കുന്നത് കുട്ടികളെയും യുവതലമുറയെയും ആണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ അംഗവും കോളമിസ്റ്റുമായ ശ്രീ റെനി ആന്റണി. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ലഹരിയുടെ ഉപയോഗം എന്നുള്ള പതിവ് പല്ലവികൾക്ക് അതീതമായി ഈ ലഹരിയുടെ തന്നെ സ്വഭാവം ഇന്ന് മാറിയിരിക്കും. മുമ്പൊക്കെ കറുപ്പ്, കഞ്ചാവ്, കള്ള് ഇതൊക്കെയാണ് ലഹരിയായി നമ്മുടെ സമൂഹം കണ്ടിരുന്നെങ്കിൽ ഇന്നുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സ്, അതിന്റെ പേര് പോലും പലപ്പോഴും നമ്മൾക്ക് വ്യക്തമാകുന്നില്ല. ഇതിന്റെ ഒരു വലിയൊരു സാമൂഹിക പ്രശ്നമുണ്ട്. ഇതൊരു സൈക്കോ സോഷ്യൽ മെഡിക്കൽ ഇഷ്യൂ ആയി മാറുന്ന ഒരു ഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഇത് കുട്ടികളിലേക്ക് എങ്ങനെ എത്തുന്നു, ഇതിന്റെ വ്യാപനം എങ്ങനെയാണ്, ആരാണ് ഇതിന്റെ വിതരണക്കാരൊന്നും ഈ ശൃംഖലകളെ തൊടാനൊന്നും പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും കഴിയാതെ പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം അവിടുത്തെ തലമുറയാണല്ലോ, ആരോഗ്യമുള്ള തലമുറയാണ്. ആ ഒരു ആരോഗ്യമുള്ള തലമുറയെ കാർന്നു പിടിക്കുക, ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഈ ലഹരി മാഫിയ നമ്മുടെ കൗമാരക്കാരെയും യുവജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ടാർഗറ്റ് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷ, നമ്മുടെ രാജ്യത്തിന്റെ ആ വികസന പദ്ധതികൾ ഒക്കെ താറുമാറാകും. ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നതായി ഈ ലഹരിയുടെ വ്യാപനം മാറുന്നുണ്ട്. അപ്പൊ ഇതിനെ വളരെ കൃത്യമായി തിരിച്ചറിയുകയും ജീവിതമാണ് ലഹരി എന്ന് നമ്മുടെ യുവാക്കളെ, കൗമാരക്കാരെ പഠിപ്പിക്കാൻ അതിനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതിന് ഭരണകൂടത്തിന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥകൾക്ക് മാത്രമല്ല, ഇത് ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായി എടുക്കേണ്ട തീരുമാനമാണ്. ഇത്തരം നിരോധിത സിന്തറ്റിക് ലഹരികൾ എവിടെ വിൽക്കുന്നുവോ, ആര് വ്യാപനം ചെയ്യുന്നു എന്നുള്ളത് അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനും ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ. ഈ മഹാവിപത്തിനെ ഒറ്റക്കെട്ടായി നിന്നാണ് നമുക്ക് ചെറുക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ സമൂഹം ഒറ്റക്കെട്ടായി തന്നെ ഈ ലഹരിക്കെതിരായി പോരാടണം എന്നാണ് നാം പ്രതിജ്ഞ എടുക്കേണ്ടത്. യുവതലമുറയെയും കുട്ടികളെയും ലഹരി മാഫിയകൾ ലക്ഷ്യമിടുമ്പോൾ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പദ്ധതികളും വ്യാപകമാക്കേണ്ടിയിരിക്കുന്നു. സ്കൂൾ വികസന സമിതികൾക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാനാകും. പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ അജേഷ് കുമാർ ഒ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അധ്യാപകരും രക്ഷകർത്താക്കളും പൊതുസമൂഹവും നേരിടുന്ന ഒരു വലിയ പ്രശ്നം കുട്ടികളിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപക സമൂഹത്തിനാണ്. കുട്ടികൾ പാരന്റ്സിനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം പൂർണ്ണമായിട്ടും അവർ പ്രകടിപ്പിക്കുന്നത് സ്കൂൾ ജീവിതങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നേരിട്ടും അവരുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ വളരെ നല്ല ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പല രക്ഷാകർത്താക്കളോടും കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അവർക്കെന്നും അവരുടെ കുഞ്ഞുങ്ങൾ വലുതാണ്, നല്ലവരാണ്. പക്ഷേ അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. ലഹരിയുടെ ഉപയോഗത്തിന്റെ പാരമ്യതയിൽ എത്തിക്കഴിയുമ്പോഴാണ് പാരന്റ്സ് തിരിച്ചറിയുന്നതും അത് വളരെ വൈകിയ ഒരു വേളയുമായിരിക്കും. അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിൽ കായിക മേഖലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം കായികം
എന്ന് പറയുന്നത് അതിൽ ഓരോ കുട്ടിക്കും അവനവൻ ഇഷ്ടപ്പെടുന്ന കായിക വിനോദങ്ങളുണ്ട്. അതൊരു ലഹരിയായി മാറിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ കുഞ്ഞുങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വശം. കായിക പ്രവർത്തനങ്ങൾ മത്സരങ്ങളല്ലാതെ അവയുടെ പരിശീലന സമയങ്ങൾ പൊതുവെ അതിരാവിലെയും വൈകുന്നേരം സമയങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം സായാഹ്നങ്ങളിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നതും സ്വറ പറയുന്നതും ലഹരിയുടെ ഉപയോഗം പടർന്നു പിടിക്കുന്നതുമായ സാഹചര്യം സായാഹ്നങ്ങളിലാണ്. കാരണം ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സായാഹ്ന സമയങ്ങളിൽ വളരെ കാര്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കായിക പരിശീലനങ്ങളുടെ സമയം എന്ന് പറയുന്നതും സായാഹ്നങ്ങളായതുകൊണ്ട് തന്നെയും അവർക്ക് അതിനോടുള്ള താല്പര്യമനുസരിച്ചും ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും എക്സൈസ് ജീവനക്കാരുടെയും പോലീസിന്റെയും ഒക്കെ പരസ്പര സഹകരണത്തോടു കൂടി മാത്രമേ ഇതിനെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനവുമായി രക്ഷാകർത്താക്കൾ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതും കുട്ടികളിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കും. ഹയർ സെക്കൻഡറി മുൻ അധ്യാപികയും ചൈൽഡ് കൗൺസിലറും ആയ ശ്രീമതി സിന്ധു ബി.കെ. വിദ്യാർത്ഥികൾക്ക് ഇടയിൽ എങ്ങനെ ലഹരി ഉപയോഗം കണ്ടെത്താനാകും, എങ്ങനെ പ്രതിരോധം തീർക്കാം, ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ടുപോയ കുട്ടികളെ എങ്ങനെ തിരികെ കൊണ്ടുവരാം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ക്ലാസുകൾ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ലഹരി ഉപയോഗം മാനസിക പ്രശ്നങ്ങളായ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയ്ക്കും അമിതമായ ക്രോധം, ദുഃഖം എന്നിവ അവരുടെ ജീവിത രീതിയിൽ കടന്നു കയറുന്നതിനു കാരണമായേക്കാം. ഇത് സാമൂഹ്യ ബന്ധങ്ങൾ പുലർത്താനുള്ള അവരുടെ കഴിവിനെ നശിപ്പിച്ചു കളയുന്നു. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ കുട്ടിയെ ഉപേക്ഷിക്കരുത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. ആവശ്യത്തിന് സ്നേഹവും പരിചരണവും മാതാപിതാക്കളും അധ്യാപകരും നൽകുക. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം സംശയിക്കുന്നുവെങ്കിൽ ഒരു കൗൺസിലറെയോ തെറാപ്പിസ്റ്റിനെയോ മാനസിക വിദഗ്ധനെയോ സമീപിക്കുക. കോളേജ് തലങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അടങ്ങുന്ന നല്ലൊരു കൂട്ടായ്മയ്ക്ക് ലഹരി സംബന്ധമായ സംഭവങ്ങളെ മുൻകൂട്ടി അറിയുകയും അവയെ ചെറുക്കാനും സാധിക്കുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ റിഗ ബാബു. കേരള സംസ്ഥാനം രൂപീകൃതമായി 68 വർഷം പിന്നിടുകയാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ നമ്മുടെ നാട് നേടിയെടുത്ത എല്ലാ മേന്മകൾക്കും മുകളിൽ ഒരു കരിനിഴലായി ലഹരിയുടെ അതിപ്രസരം കുറച്ച് നാളുകളായി നമുക്ക് മുന്നിലുണ്ട്. അതിന്റെ ബാക്കിപത്രം എന്ന നിലയിൽ യുവാക്കൾക്കിടയിൽ വളരുന്ന ക്രിമിനൽ സ്വഭാവവും സാമൂഹ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും നാടിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ളവയാണ്. നാം പൊതുവിൽ പറയാറുള്ള ഒരു വാചകം യുവതലമുറയാണ് നാളെയുടെ പ്രതീക്ഷ എന്നതാണ്. എന്നാൽ ഉറ്റവരുടെ കഴുത്തെറുക്കാൻ മടിയില്ലാത്ത, മറ്റൊരു വ്യക്തിയെ പീഡിപ്പിക്കാൻ കുറ്റബോധം തോന്നാത്ത, ലഹരിക്കു വേണ്ടി മോഷ്ടിച്ചും പണം കണ്ടെത്തുവാൻ ധൈര്യമുള്ള ഒരു വിഭാഗം യുവാക്കൾ നമുക്കിടയിൽ ഉണ്ട് എന്നത് അപകടകരമായൊരു പ്രവണതയാണ്. അടുത്തിടെ കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ ഉണ്ടായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും ആ പ്രശ്നങ്ങളൊക്കെ പല രീതിയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാണാം. ഗൌരവകരമായി കാണേണ്ട മറ്റൊരു കാര്യം ലഹരി ഉപയോഗത്തെ ഒരു നായക പരിവേഷം നൽകി ചിത്രീകരിക്കുന്ന സമീപനമാണ്. നമ്മുടെ പല സിനിമകളും നവമാധ്യമങ്ങളിലെ പല വീഡിയോകളും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നത് വലിയ എന്തോ സംഭവമാണെന്ന നിലയിൽ ചിത്രീകരിക്കുമ്പോൾ യുവതിയുവാക്കളെ അത് തെറ്റായി സ്വാധീനിക്കും. ഏത് തരം ലഹരിയുടെ ഉപയോഗമോ ആവട്ടെ, അത് കേവലം വ്യക്തിയുടെ ആരോഗ്യത്തെ തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രതിഫലനമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നോ ടു ഡ്രഗ്സ്, എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള വിമുക്തി തുടങ്ങിയ പരിപാടികളോട് കേരളത്തിലെ ക്യാമ്പസുകൾ വളരെ അനുകൂലമായൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ലഹരിവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇവയൊക്കെ പ്രതീക്ഷാവഹമായ ഇടപെടലുകളാണ്. എന്നാൽ കേവലം പ്രസംഗങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും അപ്പുറം നമുക്കിടയിൽ ഉണർന്നിരിക്കേണ്ട സാമൂഹിക ജാഗ്രത ലഹരിയെ തുരത്തുവാൻ അനിവാര്യമാണ്. നമുക്ക് ആനന്ദം കണ്ടെത്തുവാൻ കലയും സാഹിത്യവും കായിക മേഖലയും സിനിമയും കൂട്ടുകെട്ടുകളും പ്രണയവും തുടങ്ങി അനേകം സാധ്യതകളുണ്ട്. അവയാകണം നമ്മുടെ ലഹരി. ലഹരി ഉപയോഗം വലിയൊരു ഭവിഷ്യത്താണ് എന്നതിൽ സംശയമില്ല. മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ അത് പ്രേരിപ്പിക്കുന്നു. ലഹരി വിമുക്തമാക്കുക എന്നത്
സമൂഹത്തിന്റെ ഒരു ബാധ്യതയായി ഏറ്റെടുത്ത് എല്ലാ തലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോയാൽ നമുക്കും ഇത്തരം വിപത്തിനെ തടയാനാകും എന്ന് പ്രതീക്ഷിക്കാം. ലഹരി വിമുക്ത കേരളം, അതിനായി ഒന്നിച്ച് പ്രവർത്തിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.